രാജവീതികളെ ധന്യമാക്കി ഈ ഗ്രാമവീതികളെ ഉളകച്ചാർത്തടിയിച്ചുകൊണ്ട് ഈ ഗ്രാമവാസികൾക്ക് മനുഷ്യന്റെ മനോമുദ്രങ്ങളിൽ ഉളകച്ചാർ തണിയിച്ചുകൊണ്ടുക കടന്നു വരികയാണ് മിനി മാരത്തോൺ. നൂറുകണക്കിന് ദേശസ്നേഹികൾ സമ്പന്നമായ മിനി മാരത്തോൺ കടന്നു വരികയാണ്. കച്ചാണ്ടിയും മനമ്മലെ നേതൃത്വം കൊടുക്കുന്ന കച്ചാണ്ടിയും പിള്ളേരുടെ എല്ലാം ഉണ്ട്. പിള്ളേരുടെ എല്ലാരും ആരെയും വിട്ടുപോയിട്ടില്ല, എല്ലാരും ഉണ്ട്.
വീണ്ടും പുതുപ്പള്ളിയുടെ തിരുപ്പത്താളുകളിൽ ഫസ്റ്റിന് തുടക്കം കുറിക്കുകയാണ്. പുതുപ്പള്ളിയെ 3 ദിനരാത്രങ്ങൾ ഉത്സവനഗരിയിലാക്കിക്കൊണ്ടുള്ള മാരത്തോണിൽ പങ്കെടുത്ത എല്ലാവരും ഈ ഗാലറിയിലേക്ക് കയറിയിരിക്കണം. പ്രിയപ്പെട്ട ഈ കൊടി ഉയർത്തുന്നതായിരിക്കും. പ്രിയപ്പെട്ട ജനറൽ കൺവീനർ നമ്മുടെ സാബു പുതുപ്പറമ്പൻ അദ്ദേഹവും ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുക. എല്ലാവരും ഇങ്ങോട്ട് കയറിക്കുക. പോലീസ് ഉദ്യോഗസ്ഥർക്കും റിഫ്രഷ്മെന്റ് കൊടുക്കണം. അവരെല്ലാം നമ്മളോടൊപ്പം ഓടിയവരാണ്. അവർക്കും റിഫ്രഷ്മെന്റ്സ് കൊടുക്കാം. എല്ലാവരും ഇങ്ങോട്ട് വരണം. അവർക്കും ചേർന്ന് കൊടി ഉയർത്തുന്നതായിരിക്കും. അപ്പൊ ആദ്യമായി ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. ആദ്യം ഈശ്വര പ്രാർത്ഥന. എല്ലാവരും മൗന പ്രാർത്ഥനയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മൗന പ്രാർത്ഥന മാത്രം. എല്ലാരെയും ഒരിക്കൽ കൂടി ഷട്കാല ഗോവിന്ദമാര നഗറിലേക്ക്, ഈ നാടിന്റെ അഭിമാനപുത്രനായ ഷട്കാല ഗോവിന്ദമാരാരെ അദ്ദേഹത്തിന്റെ പേരിട്ടുകൊണ്ടാണ് ഈ നഗരം നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ നഗറിലേക്ക് എല്ലാരെയും സ്വാഗതം ചെയ്യുന്നു. മുമ്പ് ഈ പരിപാടിയുടെ ജനറൽ കൺവീനർ നമ്മളോട് സംസാരിക്കും. പ്രിയപ്പെട്ട പുതുപ്പള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ സാബു പുതുപ്പള്ളി. ബഹുമാന്യനായ നമ്മുടെ MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ അവറുകൾ, ബഹുമാന്യനും ആദരണീയനുമായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയ പത്നി, ഈ സ്വാഗത സംഘത്തിന്റെ ബഹുമാന്യനായ ചെയർമാൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരെ, ബ്ലോക്ക് പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരെ,
വൈസ് പ്രസിഡന്റുമാരെ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ, സാമൂഹിക സാംസ്കാരിക കൊച്ചുകുട്ടികളെ, ഈ ഫെസ്റ്റിനെയും ബഹുമാനീയനായ ഉമ്മൻചാണ്ടി സാറിനെയും ബഹുമാനായ ചാണ്ടി ഉമ്മൻ അവരുകളെയും സ്നേഹിക്കുന്ന ഈ ദേശവാസികളായ നല്ലവരായ നാട്ടുകാരെ, മറ്റ് വ്യാപാരി സമൂഹത്തിലെ മകൾ വ്യക്തിത്വങ്ങളെ, റോട്ടറി, JC തുടങ്ങിയ സംഘടനകളുടെ ഭാരവാഹികളെ, വളരെ അടിയന്തരമായിട്ടാണ് നമ്മുടെ MLA നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഒരു ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിച്ചത്. ഇതിന്റെ സംഘാടകർക്ക് വളരെ കഷ്ടപ്പെട്ട് ഈ പരിപാടി ഇവിടെ നടത്തേണ്ട സാഹചര്യമുണ്ടായി. ഏതാണ്ട് 15 ദിവസത്തിനുള്ളിൽ ഇവിടെ ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ച് അത് വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒട്ടനവധി ആളുകളുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേര് പറഞ്ഞാൽ അത് സമയം നീണ്ടുപോകുന്നത് കൊണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇതിനുവേണ്ടി പണിയെടുത്ത് സഹായിച്ച, പ്രവർത്തിച്ച, സഹകരിച്ച, സാമ്പത്തികമായി സഹായിച്ച സ്ഥാപനങ്ങൾ, ഇതിന്റെ കണക്കും മറ്റും ചോദിച്ചുകൊണ്ട് ഒട്ടനവധി ആളുകളെ പിന്നാമ്പറങ്ങളിലൂടെ നടക്കുക. ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും സൂചിപ്പിക്കുന്നില്ല. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പൈസ പോലും എടുക്കാതെ ഈ ദേശവാസികളുടെ സഹകരണത്തോടുകൂടി ഷഡ്കാല ഗോവിന്ദമാരാർ സ്മാരക നഗറിൽ നിലകൊള്ളുന്ന ഈ ഫെസ്റ്റിന്റെ തുടക്കം പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ചരിത്രത്തിന് സാക്ഷ്യം കുറിക്കുക. ഇതിവിടെ അവസാനിക്കുന്ന ഒരു ഫെസ്റ്റല്ല. ഈ ഫെസ്റ്റ് ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ പുതുപ്പള്ളിയിൽ ഇരുട്ടുകുത്തി വള്ളംകളി മത്സരമടക്കം ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളി ഫെസ്റ്റ് സെക്കൻഡ് പറഞ്ഞിട്ട് പുതുപ്പള്ളി ഫെസ്റ്റ് സെക്കൻഡ് 2026 ഇവിടെ പുതുപ്പള്ളിയുടെ 2ാം മഹോത്സവമായി നടത്തുവാൻ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വരിക. ബഹുമാനായ MLA പൂർണ്ണമായ സഹായവും സഹകരണവും സാന്നിധ്യവും പിന്തുണയും ആ കാര്യത്തിൽ ഞങ്ങൾക്കൊപ്പമുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഒരിക്കൽ കൂടി ഇതിന്റെ പിന്നണി പ്രവർത്തകരായി ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് പ്രവർത്തിച്ച ഓരോ മകൾ വ്യക്തിത്വങ്ങളെയും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയും ഈ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ എന്ന നിലയിലും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹനീയമായ ചടങ്ങിൽ നമ്മുടെ പുതുപ്പള്ളി ഫെസ്റ്റിന്റെ ലോഗോ ആലേപനം ചെയ്ത നമ്മുടെ പതാക ഇവിടെ ബഹുമാന്യായ MLA സാന്നിധ്യത്തിൽ നമ്മുടെ ബഹുമാന്യായ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ജോഷി ഫിലിപ്പ് അവർകൾ, സഹപ്രവർത്തകരെ, പഞ്ചായത്തിന്റെ പാമ്പാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റുണ്ട്, പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റുണ്ട്, പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റുണ്ട്, മണ്ണാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റുണ്ട്, ഒട്ടനവധി അകലക്കുന്നം പഞ്ചായത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് സുനിൽ അടക്കം എല്ലാ മകൾ വ്യക്തിത്വങ്ങളുമുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ പതാക പുതുപ്പള്ളി ഫെസ്റ്റിന്റെ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിന്റെ പടമടങ്ങുന്ന, പുതുപ്പള്ളി കേശവന്റെ പടമടങ്ങുന്ന, ഷഡ്കാല ഗോവിന്ദമാരാരുടെ പടം ഉൾക്കൊള്ളുന്ന, നാടൻ പന്തുകളിയുടെ പടം ഉൾക്കൊള്ളുന്ന, നമ്മുടെ റബ്ബറിന്റെ പടം ഉൾക്കൊള്ളുന്ന ഈ പുതുപ്പള്ളി ഫെസ്റ്റിന്റെ ആദ്യ ലോഗോ ആലേപനം ചെയ്ത നമ്മുടെ പതാക ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം. ബഹുമാനനായ MLA, ഇതിന്റെ എല്ലാ സംഘാടകൻ, ഇതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ട് ഉറക്കമളച്ച് ഈ ഗ്രൗണ്ടിൽ അതൊക്കെ 3 ദിവസം രാത്രി മുഴുവൻ ഉണ്ടായിരുന്നു. ഇവിടെ ബഹുമാന്യായ ഉമ്മൻചാണ്ടി സാറ് അഖില കേരള ബാലൻ സഖ്യത്തിന്റെ മനോരമയുടെ ഫ്രണ്ടിലുള്ള ബെഞ്ചിൽ വന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതുപോലെ ഈ ഫെസ്റ്റിന്റെ ഈ ഗ്രൗണ്ടിൽ വന്ന് അദ്ദേഹം 3 ദിവസമായി ഉറക്കളച്ച് പ്രവർത്തിച്ച മകൾ വ്യക്തിത്വത്തെ ആമുഖ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുക. ഏറ്റവും ആദരണീയനായ ഈ ഫെസ്റ്റിന്റെ ചെയർമാൻ, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ ജോഷി പുൽവാർഗം, ജനറൽ കൺവീനർ ശ്രീ സാബു പുതുപ്രഭൻ, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, പാമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ സിജു കെ ഐസക്, ആലക്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ സുനിൽ, പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ അംഗം ശ്രീ മാത്യു, പ്രിയപ്പെട്ട ഭാരതന്റെ ചെയർമാൻ ഞാനും, അതുപോലെ തന്നെ കൺവീനർ ജെയ്സൺ, പ്രിയപ്പെട്ട വർക്കി, പ്രിയപ്പെട്ട അന്നമാൻഡി, പ്രിയപ്പെട്ട ടി കെ പ്രകാശൻ, പ്രിയപ്പെട്ട ജസ്റ്റിൻ, പ്രിയപ്പെട്ട ശ്രീ മൊളിച്ചീസ്, പ്രിയപ്പെട്ട പാമ്പാടി ബ്ലോക്കിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രിയപ്പെട്ട പാലക്കിലോടി, JG പാലക്കിലോടി, പ്രിയപ്പെട്ട ശ്രീമതി
ഉഷാകുമാരി, ലതാകുമാരി, സലിമോൻ, പ്രിയപ്പെട്ട എല്ലാവരുടെയും പേര് പറയാൻ പോയാൽ നമ്മൾ ഒത്തിരി സമയം. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പുതിയ ചെയർപേഴ്സൺ ശ്രീമതി മറിയാമ്മ ഉമ്മൻ, പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള ദേവരുമൻ, വലിയ സന്തോഷം തോന്നുന്ന നിമിഷമാണ് നമ്മളെ സംബന്ധിച്ച്. ഇവിടെ ശരത്ത് തുടങ്ങി വെച്ച ഐഡിയ ഇവിടെ എത്തി നിൽക്കുന്നത്. 20 ദിവസം മുമ്പ് അദ്ദേഹം എൻ്റെ അടുത്തൊരു പറഞ്ഞിട്ട് പറഞ്ഞു, നമുക്കൊരു ഫെസ്റ്റിവൽ നടത്തണം. ഞാൻ പറഞ്ഞു, എന്താ? നമുക്കൊരു പുതുപ്പള്ളിക്ക് വേണ്ടി ഒരു ഫെസ്റ്റിവൽ. പുതുപ്പള്ളിക്ക് അങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഇല്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ പുതുപ്പള്ളിയിലെ പൊതുസമൂഹം ഏറ്റെടുത്ത് എല്ലാ വിഭാഗം ആൾക്കാരും ഏറ്റെടുത്ത ഒരു ഫെസ്റ്റിവലാണ്. അതിനൊരു രാഷ്ട്രീയ നിറമോ ഒന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരെയും പങ്കാളികളാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു പരിപാടി. അതിൽ എല്ലാവർക്കും പങ്കാളിത്തം കൊടുത്തിട്ടുമുണ്ട്. അവരൊക്കെ അവരവരുടെ പ്രവൃത്തികൾ ചെയ്തിട്ടുമുണ്ട്. എല്ലാവരോടുള്ള നന്ദി ഞാൻ പേരെടുത്ത് ആരെയും പറയുന്നില്ല. എല്ലാവരെയും അവസരത്തിൽ നന്ദി പറയുവാൻ അവസരമെടുക്കുന്നു. ഇവിടെ അടുത്ത 4 ദിവസങ്ങൾ വിവിധ പരിപാടികൾ 10 മണിക്ക് തുടങ്ങുന്ന പെയിന്റിംഗ് അടക്കമുള്ള പരിപാടികൾ ഇവിടെ നടക്കും. അതുപോലെ തന്നെ എക്സിബിഷനുണ്ട്. മനോരമയുടെ ഉള്ള ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഒരു എക്സിബിഷനുണ്ട്. വിവിധ സ്റ്റോളുകളുണ്ട്. 4 മണിക്ക് ഇന്ന് ഒരു ബാൻഡ് അടക്കം ലോക്കൽ നമ്മുടെ പുതുപ്പള്ളി എന്നുള്ള കലാകാരന്മാരുടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിവിധ സിനിമാ താരങ്ങൾ, ശ്രീ പിഷാരടി, ശ്രീ സ്മിനു സിജോ, ഹണി റോസ് അടക്കമുള്ള വിവിധ ഭാമ അടക്കം നമ്മുടെ നാട്ടുകാരിയാണ്, നമ്മുടെ നാട്ടുകാരിയാണ്, ഭാമ അടക്കമുള്ളവർ വന്ന് പങ്കെടുക്കുന്ന വിവിധ കലാപരിപാടികൾ. ഒപ്പം അടുത്ത 3 ദിവസം 1, 2, 3 തീയതികളിൽ ഹരിതകർമ്മസേന അടക്കം നമ്മുടെ ആശാ വർക്കർമാർ, അംഗനവാടിക്കാർ 1-ാം തീയതി, അതുപോലെ തന്നെ തൊഴിലുറപ്പ് ജീവനക്കാരെ നമുക്ക് പുതുപ്പള്ളി ബ്ലോക്ക് 2-ാം തീയതിയും അയർക്കുന്നം ബ്ലോക്ക് 3-ാം തീയതിയും ആദരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സന്ധ്യകളിൽ 1-ാം തീയതി വൈകിട്ട് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ബാൻഡ്, 2-ാം തീയതി തറയമ്പകം എന്ന് പറഞ്ഞ ഭജൻസ്, 3-ാം തീയതി അതുപോലെ തന്നെ മറ്റൊരു ബാൻഡ് കൂടി. അതുപോലെ തന്നെ ഒരു ദീപശിഖ പ്രയാണം 5 മണിക്ക് വെണ്ണിമലയിൽ നിന്ന് ഒരു ദീപശിഖ കടന്നു വരും. മറ്റൊന്ന് 6 മണിക്ക് പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് കടന്നു വന്ന് ദീപശിഖ ഇവിടെ തെളിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നാളെ രാത്രി 10 മണിക്ക് MLA 11 പുതുപ്പള്ളി MLA 11 വേഴ്സസ് യൂട്യൂബേഴ്സ് 11 പുതുപ്പള്ളി ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ വിവിധ പരിപാടികൾ വിവിധ മേഖലകളിൽ നിന്ന് നടത്തിയാണ്. നമ്മൾ തുടക്കത്തിൽ നടന്നുകൊണ്ടാണ് ചെറിയ ഒരു പരിപാടിയായി, നമ്മൾ 4 ദിവസമാണെങ്കിൽ ചെറിയൊരു പരിപാടിയായിട്ട് കണക്കാക്കുന്നത്. ചൂട് വിപുലമായി നടത്താം, പക്ഷെ നമുക്കൊരു പെട്ടെന്നൊരു ഐഡിയ വന്ന് തുടങ്ങിയ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് അല്പം വൈകിയത്. അതുപോലെ തന്നെ ശ്രീ മുരുകൻ കാട്ടാക്കട അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായിരിക്കും ഇതിനിടയ്ക്ക് ഒരു ദിവസം. അപ്പൊ എല്ലാവരും ഈ പരിപാടിയിലൊക്കെ സ്വാഗതം ചെയ്തു. നാളെ ഉമ്മൻചാണ്ടി സ്ക്വയറിന്റെ ചേർന്നുള്ള വഴി, അതിന്റെ ഉദ്ഘാടനം, പഞ്ചായത്തിന്റെ താഴേക്കുള്ള റോഡിന്റെ ഉദ്ഘാടനം കൂടി നടക്കുകയാണ്. അതിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഫ്ലാഗ് ഉയർത്തുന്നതിനായി പ്രിയപ്പെട്ട, അതിനു മുമ്പ് ഫ്ലാഗ് ഉയർത്തുന്നതിന് മുമ്പ് മനസ്സ് നന്നാവട്ടെ മതമേതെങ്കിലും ആകട്ടെ എന്നുള്ള NSSന്റെ ഗാനം പാടും. ഫ്ലാഗ് ഉയർത്തിയതിനു ശേഷം വന്ദേ മാതരവും അതുപോലെ ദേശീയ ഗാനവും പാടുന്നതായിരിക്കും. മനസ്സ് നന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൽ ജില്ലയിലെല്ലാം സ്നേഹം വിടരട്ടെ. മനസ്സു നന്നാവട്ടെ സൗഹൃദ സിദ്ധികൾ പൂത്താൻ, സൗവർണാക പരന്നാൽ, സുരഭില സുന്ദര ജീവിത വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാകട്ടെ, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിയിടട്ടെ. മനസ്സു
ഫ്ലാഗ് ഉയർത്തുന്നതിന് മുമ്പ് വിഷയാർത്ഥിച്ചു. പുതുപ്പള്ളിയുടെ ഏറ്റവും പ്രിയങ്കരനായ MLA ശ്രീ ചാണ്ടി ഉമ്മൻ, പുതുപ്പള്ളിക്കാർക്ക് ഒരു മാതൃതുല്യമായ കരുതലും സ്നേഹവും പകർന്നു നൽകുന്ന നമ്മുടെ ബാവ ആന്റി, ഈ പുതുപ്പള്ളി ഫെസ്റ്റിന്റെ കൺവീനറും മുഖ്യ സംഘാടകനുമായ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഊർജ്ജസ്വലനായ പ്രസിഡന്റ് ശ്രീ സാബു പുതുപ്പറമ്പൻ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ പ്രിയപ്പെട്ട ശ്രീ ജെയ്ജി പാലക്കലോടി, ശ്രീമതി ലതാകുമാരി സലിമോൻ, നമ്മുടെ പാമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ സിജു കെ ഐസ്, പുതുപ്പള്ളി ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അകലക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ സുനിൽ, നമ്മുടെ പ്രിയപ്പെട്ട ഈ ഡിവിഷന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ സിനി മാത്യു, ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ മീനട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ മോനിച്ചൻ, മറ്റിവിടെ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധികള്, മറ്റ് പുതുപ്പള്ളിയുടെ വിവിധ സാമൂഹിക സാംസ്കാരിക തലങ്ങളിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങള്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതുപ്പള്ളിയുടെ പേര് ലോക ഭൂപടത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തിയത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് പുതുപ്പള്ളിയുടെ ചരിത്രത്തില് തങ്കലിപികളിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശ്രീ ചാണ്ടി ഉമ്മൻ ഈ പുതുപ്പള്ളി ഫെസ്റ്റിന് നേതൃത്വം നൽകുകയും വളരെ ചടുലമായ ഒരു തീരുമാനം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, ഇന്നത്തെ ഈ രാവിലെ നടന്ന മാരത്തൺ നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും വലിയ സാമൂഹിക വിപത്തിനെതിരെ ഒരു സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പുതുപ്പള്ളിയിൽ നടക്കുന്ന ഈ ഫെസ്റ്റിന് തുടക്കം കുറിച്ചുകൊണ്ട് ഈ ചടങ്ങ് വലിയ പങ്കാളിത്തത്തോടുകൂടി, വളരെ ശ്രദ്ധേയമായ ചെറുപ്പക്കാരുടെ പങ്കാളിത്തം, ഇന്ന് നാടിനെ കാർന്ന് തിന്നുന്ന ലഹരി എന്ന വലിയ വിപത്ത്, പ്രത്യേകിച്ച് രാസലഹരി, ആ രാസലഹരി, മയക്കുമരുന്ന്, ആ വിപത്തുകൾക്കെതിരെ നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ കോർത്തു നിർത്തിക്കൊണ്ട് അതിശക്തമായ ഒരു പോർമുഖം തുറന്നുകൊണ്ടാണ് പുതുപ്പള്ളി ഫെസ്റ്റിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഈ മാരത്തൺ ഇവിടെ നടന്നത്. തുടർന്നങ്ങോട്ട് വൈവിധ്യങ്ങളായ പരിപാടികളാണ് നമ്മുടെ MLA ഇവിടെ പ്രഖ്യാപിച്ചു. ഓരോ ദിവസവും വരുന്ന ദിനങ്ങൾ പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം രാവും പകലും ഈ പുതുപ്പള്ളിയുടെ ഈ മൈതാനത്ത് നമ്മളെല്ലാവരും മാനസികോല്ലാസത്തിന് മാത്രമല്ല, വിജ്ഞാനത്തിന്, വിനോദത്തിന്, അങ്ങനെ പല തലങ്ങളിൽ പ്രാധാന്യമുള്ള ഒരു മഹാകർമ്മ പരിപാടിയായിട്ട് ഈ പുതുപ്പള്ളി ഫെസ്റ്റ് മാറുകയാണ്. ഇത് വരും വർഷങ്ങളിൽ യാതൊരു സംശയവുമില്ല, പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം പുതുപ്പള്ളിയുടെ ഒരു വലിയ സാംസ്കാരിക മഹോത്സവമായിട്ട് പുതുപ്പള്ളിയിൽ ഇത് നടക്കും. ഇപ്പോൾ തന്നെ പുതുപ്പള്ളിയിലെ പൊതുസമൂഹം ഇത് ഈ പുതുപ്പള്ളി ഫെസ്റ്റ് ഏറ്റെടുത്തിരിക്കുകയെങ്കിലും ഇവിടെ ഇതിന്റെ മുഖ്യ സംഘാടകനായ ശ്രീ സാബു സൂചിപ്പിച്ചതുപോലെ മിലാണ്ട് സാറിന്റെ കാലത്തുള്ളതാ എല്ലാ നല്ല കാര്യങ്ങൾക്കും മൂക്ക് മുറിച്ച് ശകുനം മുടക്കുവാൻ വേണ്ടി കുറച്ചു പേരിറങ്ങും. നമ്മളതൊന്നും കണക്കാക്കണ്ട. നമ്മൾ ജനനന്മയെ കരുതി പൊതു നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ നാടിന്റെ നന്മയ്ക്കൊപ്പം നീങ്ങുന്നതിനു വേണ്ടിയുള്ള ഒരു വലിയ ഒരു കർമ്മ പരിപാടി, ഒരു കർമ്മ പദ്ധതിയാണ് ഈ പുതുപ്പള്ളി ഫെസ്റ്റ്. എല്ലാ വിഭാഗീയതയ്ക്കും എല്ലാ വിവാദങ്ങൾക്കും അതീതമായിട്ട് നമ്മൾ ഈ ഫെസ്റ്റിനെ ഈ നാടിന്റെ പൊതുവായിട്ടുള്ള ഒരു വലിയ മഹോത്സവമായി കണ്ട് എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഒക്കെ ഇതിനുണ്ടാകണം എന്നീ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇവിടെ പ്രിയങ്കരായ MLA സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി സാറിന്റെ വിയോഗത്തിന് ശേഷം പുതുപ്പള്ളിയിൽ അദ്ദേഹം ഈ ഒരു കടമ, അധികാരമോ ഒരു പദവിയോ ഒന്നുമായിട്ട് ഒരിക്കലും അദ്ദേഹം കാണുന്നില്ല. MLA എന്നത് അദ്ദേഹത്തിന്റെ ഒരു കടമയായിട്ട് പുതുപ്പള്ളിയിലെ ആളുകൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വികസന രംഗത്ത്, ക്ഷേമരംഗത്ത് ഒപ്പം എപ്പോഴും നിലകൊള്ളുന്ന പ്രിയപ്പെട്ട ശ്രീ MLA, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും മികവാർന്ന ഒരു പരിപാടിയായിട്ട് ഈ ഫെസ്റ്റിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഈ
പരിപാടിയുടെ വൈസ് ചെയർമാൻ, പല പരിപാടികളിലും മുഴുവൻ സമയം നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന BJPയുടെ നേതാവ് നമ്മൾ ഇപ്പോൾ അഭിസംബോധന ശ്രീ അജി അവർ, പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവ്. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട MLA, അതുപോലെ തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിച്ചെന്നുള്ള ജോഷി ബിൽപ്പൻ സാറ്, ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് സൗജായന്, ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും 2026 പുതുപ്പള്ളി ഫെസ്റ്റ് എന്ന് പറയുന്നത് പുതുപ്പള്ളിയുടെ ഒരു കലോത്സവമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഫെസ്റ്റിവലില് കക്ഷി രാഷ്ട്രീയങ്ങളൊന്നുമില്ലാതെ, ജാതിമത ഭേദമില്ലാതെ എല്ലാവരും പങ്കെടുത്ത് ഈ 4 ദിവസം പുതുപ്പള്ളിയുടെ ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് ഈശ്വരനാമത്തിൽ ഞാൻ അറിയിക്കുകയാണ്. എല്ലാവരെയും ഈ പുതുപ്പള്ളി ഫെസ്റ്റിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും എന്റെ ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ടും ഇന്ന് ഈ മാരത്തോണിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും കൃതജ്ഞത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ടും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കലും കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പഞ്ചായത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും പ്രധാന പ്രതിപക്ഷവും ചേർന്ന് നടത്തുന്ന എല്ലാവരും ഉള്ള ഒരു പരിപാടിയാണ്. അതിന്റെ ഫ്ളാഗ് ഉയർത്തുവാൻ നമുക്ക് പ്രിയപ്പെട്ട ജോഷിന് ലഭിച്ച സന്തോഷം. അദ്ദേഹത്തെ അതിലേക്ക് സബ്ജാനോട്ട് ക്ഷമിച്ചു. കൈപിടിച്ചു, കുഴപ്പമൊന്നുമില്ല. എന്നെ വിളിച്ചു നമ്മുടെ ഇന്നത്തെ മാരത്തിന്റെ പ്രധാന സന്ദേശമായ ലഹരി വിരുദ്ധ സന്ദേശമാണ്. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഏറ്റെടുക്കുന്നതിനായി ചാണ്ടിയൂർ MLA ക്ഷണിക്കും. എല്ലാവരും കൈ മുന്നോട്ട് പിടിക്കുക. പറ്റുന്നവരല്ല എല്ലാവരും എടുക്കുക. പറ്റുന്നവരും പറ്റാത്തവരൊക്കെ എടുക്കണം. എന്നാൽ മാത്രമേ വാക്കിന് ശക്തി കൊണ്ട് പ്രതിജ്ഞയെടുക്കും, മാറിക്കോളും. പറ്റാത്തവർക്കും പറ്റും. എല്ലാവരും കൈ നേരത്തെ പിടിച്ച് ചെണ്ടൊക്കെ പിടിക്കാതിരിക്കുന്നുണ്ട്. പുതുപ്പള്ളിയായിട്ട് എനിക്ക് സംശയം. ബാൻഡുകാരും വേണം. ലഹരി വിരുദ്ധ പ്രതിജ്ഞ. മയക്കുമരുന്നൽ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയോടുള്ള ആസക്തി അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും രാജ്യത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി നാടിനോടും ജനങ്ങളോടുമുള്ള എന്റെ കടമ നിറവേറ്റുമെന്നും ഞാൻ ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ പകർത്തി ലഹരി മുക്ത പുതിയ കേരളത്തിനായി എന്റെ എല്ലാ കഴിവും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. ആദ്യം ദേശീയഗാനം. പഞ്ചാബ് സിന്ധു ഗുജറാട്ട് മറാഠ ദ്രാവിഡ കുലവിംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല
ഇന്നത്തെ ഈ മാരത്തണിൽ ഏതാണ്ട് 500-ലധികം ആളുകൾ ഓടി ഈ മാരത്തണിൽ ആദ്യം നമ്മുടെ നിശ്ചിത കിലോമീറ്റർ ഓടി ഈ ഷട്കാല ഗോവിന്ദമാരാർ നഗറിൽ എത്തിച്ചേർന്നത് ഏബൽ ഏബ്രഹാമാണ്. ഏബൽ ഏബ്രഹാമിനെ ഇപ്പോൾ ബഹുമാനായിട്ടുള്ള ചാണ്ടിയുമ്മൻ MLA സർട്ടിഫിക്കറ്റ് നൽകി ആദരിക്കുന്നു. ഏബൽ ഏബ്രഹാം. പ്രിയപ്പെട്ട ഈ ഫെസ്റ്റിവലിന്റെ വൈസ് ചെയർമാൻ ഒന്നാം സമ്മാനക്കാരന് അത് നൽകുന്നു. ഏബലിനോടൊപ്പം തന്നെ ഓടിയെത്തിയ ശ്രീഹരി. ഏബലിനോടൊപ്പം ഓടിയെത്തിയ ശ്രീഹരി. ചിന്തു മാളിയേക്കൽ. പങ്കെടുത്ത എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് വാങ്ങിച്ചിട്ടേ പോകാവുള്ളൂ. തീർച്ചയായിട്ടും സ്കൂളുകൾ, ഈ പങ്കെടുത്ത എല്ലാ സ്കൂളുകൾ, അവർക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തത് എരികാട് UP സ്കൂൾ, രണ്ടാമത് പങ്കെടുത്തത് മണ്ണർകാട് ITC. പുതുപ്പള്ളി മണ്ണർകാടും തമ്മിലുള്ള മത്സരമാണ് ഇപ്പൊ നടക്കുന്നത്. ബാക്കിയുള്ള പഞ്ചായത്ത് വീടുകളൊക്കെ അതിനോട് സഹകരിക്കണം. പ്രസിഡന്റ് ഉണ്ടെങ്കിലും പാമ്പാടി വലിയ പഞ്ചായത്താണെങ്കിലും സാറിന് കാണുന്നില്ല. പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ആളുകൾ കാണുന്നില്ല. സ്വന്തം സ്കൂളുള്ള ആളാണ്, ആരെയും കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെ അകലക്കുന്നുമുണ്ട്, കൂരോപ്പുഴയുണ്ട്, അയർക്കുന്നുമുണ്ട്. ഇവരൊന്നും പങ്കെടുത്ത് കാണുന്നില്ല. അയർക്കുന്ന ഒറ്റ ഒരാൾ, ഒരു മെമ്പർ മാത്രമാണ്. മണ്ണർകാട് കോളേജിനും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. വലിയൊരു പങ്കാളിത്തം. അതുപോലെ തന്നെ പുതുപ്പള്ളി വ്യാപാരി വ്യവസായി യുവജന സംഘടന, JCI പുതുപ്പള്ളി, യുവമോർച്ച പുതുപ്പള്ളി, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി, എല്ലാവരോടുള്ള നന്ദി. OCYM പുതുപ്പള്ളി, അതുപോലെ തന്നെ JSOY സ്കേറ്റിംഗിന്റെ പങ്കെടുത്ത ഫോർട്ട് വീൽസ് റോളർ സ്കേറ്റിംഗ് ക്ലബ്, റോട്ടറി ക്ലബ്ബ്, SNDP, NSS, NDYS, മാർത്തമ യുവജന സഖ്യം, തത്വമസി, കുതിര നൽകിയ ശ്രീ ഷാജി. കുതിരയായിരുന്നു ഈ ഫെസ്റ്റിന്റെ ഏറ്റവും വലിയ ആകർഷണം. ഞാൻ പറയാം, അതിന്റെ ഐഡിയ തന്ന സമുജൻ. മണ്ണർകാട് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നമുക്ക് വേണ്ടി വെള്ളമൊരുക്കിയിരുന്നു. അതുപോലെ കുമരങ്കോട് വെള്ളം തന്നിരുന്നു, നിവാസികൾ വെള്ളം തന്നിരുന്നു. അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാക്കാർ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരോടും ഉള്ള നന്ദി. പോലീസ് സേനാംഗങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളോടൊപ്പം, നമ്മുടെ സുരക്ഷ ഒരുക്കി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ പറയുന്നു. ഈ 4 ദിവസവും നിങ്ങൾ ഞങ്ങളോടൊപ്പം കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വിവിധ അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, എല്ലാവരുള്ള നന്ദി. മാന്നാനത്തിൽ നിന്ന് ഇവിടം വരെ ഇതിൽ പങ്കെടുക്കുവാൻ വേണ്ടി വന്ന പ്രിയപ്പെട്ട പ്രസിഡന്റ് ചേട്ടൻ പ്രത്യേകമായി നന്ദി. മാതാനത്തിന് ഉടമ ഓടി വന്നതിന്. അതുകൊണ്ട് എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ആദരിക്കൽ ചടങ്ങുകളില്ല. നാളെ മുതൽ ആദ്യം ഹരിതകർമ്മസേന, അംഗനവാടി, ആശാവർക്കർമാർ, പുതുപ്പള്ളി മണ്ഡലത്തിലുള്ള എല്ലാവരെയും ഒരു മെഡലും സർട്ടിഫിക്കറ്റും ഒരു സമ്മാനവും നൽകി ആദരിക്കുന്നതായിരിക്കും പുതുപ്പള്ളി ഫെസ്റ്റ്. അതുപോലെ തന്നെ പുതുപ്പള്ളി ബ്ലോക്കിലുള്ള തൊഴിലുറപ്പുകാരെ നാളെ 2 മണിക്ക് ആദരിക്കുന്നതായിരിക്കും. അയർക്കുന്നം ബ്ലോക്കിലുള്ള തൊഴിലുറപ്പുകാരെ മറ്റന്നാളെ ആദരിക്കുന്നതായിരിക്കും. 3-ാം തീയതി ആദരിക്കുന്നതായിരിക്കും. എല്ലാവരും ഇതിലേക്ക് കടന്നു വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കുട്ടികൾക്ക് തിരിച്ചു പോകാനുള്ള വണ്ടിയുണ്ട്. പ്രസിഡന്റ് മണ്ണർകാട്
സ്കൂളിലുള്ള നന്ദി ഈ അവസരത്തിൽ നൽകുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സാറ് മറുനാട് ITIയുടെ സാർ ഇങ്ങോട്ട് കടന്നു വരണം. അതുപോലെ തന്നെ വിവിധ സ്കൂളുകളിൽ നിന്ന് കടന്നു വന്ന അധ്യാപകർ, എരിക്കാട് സ്കൂളിൽ നിന്ന് കടന്നു വന്ന അധ്യാപകർ, അതുപോലെ തന്നെ മറുനാട് കോളേജിൽ നിന്നുള്ള IHRD ടെക്നിക്കൽ ഹൈസ്കൂൾ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ബിനു പെരുപ്പ് തുടക്കം തൊട്ട് അവസാനം വരെ ഓട്ടത്തിന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം കൃത്യമായി നന്ദി പറയുന്നു. അതുപോലെ തന്നെ 2 ചെറുപ്പക്കാരികൾ സൗത്ത് കൊറിയയിൽ പോയി പോകാൻ പോകുന്ന 2 മിടുക്കരെ പുതുപ്പള്ളിക്കാരികൾ സൗത്ത് കൊറിയയിൽ വേൾഡ് മീറ്റിന് പോകുന്ന 2 ചെറുപ്പക്കാരികളെ പരിചയപ്പെടുത്തുകയാണ്. പൊന്നമാന്റിയും ഓമനാന്റിയും പൗരോ സാറിന്റെ ശിഷ്യരായ 2 പേർ സൗത്ത് കൊറിയയിൽ പുതുപ്പള്ളിയുടെ പേര് വരുത്തുവാൻ, കോട്ടയത്തിന്റെ പേര് വരുത്തുവാൻ, കേരളത്തിന്റെ പേര് വരുത്തുവാൻ, ഇന്ത്യയുടെ പേര് വരുത്തുവാൻ സൗത്ത് കൊറിയയിൽ വേൾഡ് മീറ്റിന് പോവുകയാണ്. നല്ലൊരു കൈയ്യടി കൊടുത്ത് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ പോകാൻ വേണ്ടിയാണ് നമ്മുടെ ചെറുപ്പക്കാർ. ആവേശം കൂടി വരും.